നമസ്കാരം. അഴിമതി കേസിൽ ജയിലടയ്ക്കപ്പെട്ടിരുന്ന മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസി വീട്ടിൽ തിരിച്ചെത്തി. അപ്പീൽ കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് മടങ്ങിയെത്താൻ കഴിഞ്ഞത്. 5 വർഷം തടവിനാണ് കോടതി ശിക്ഷ വിധിച്ചിരുന്നത്. ഇതിനോടകം അദ്ദേഹം 20 ദിവസത്തോളമാണ് ജയിലിൽ കഴിഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടി ലിബിയയിലെ ഏകാധിപതിയായിരുന്ന മുഅമ്മർ ഗദ്ദാഫിയുമായി അദ്ദേഹം ഗൂഢാലോചന നടത്തി എന്നായിരുന്നു കേസ്. എന്നാൽ ഈ കേസ് തെളിയിക്കപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ 5 വർഷം തടവിന് ശിക്ഷിച്ചത്. ജയിലിലെത്തിയ സർക്കോസിക്ക് അവിടെ വധഭീഷണി പോലും ഉണ്ടായിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ജയിലിലെത്തിയ പാടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു തടവുള്ളി സർക്കോസിയെ ഭീഷണിപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. ഇതോടുകൂടി സർക്കോസിക്ക് ജയിലിൽ സുരക്ഷ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും 20 ദിവസം ജയിലിൽ കഴിഞ്ഞതിനിടെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ വീണ്ടും കോടതിയെ സമീപിക്കുകയും മേൽക്കോടതിയിൽ നിന്ന് തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം മാർച്ചിലാണ് ഈ കേസിലെ അപ്പീലിന്മേലുള്ള കോടതി നടപടികൾ ആരംഭിക്കുന്നത്. അതുവരെ അദ്ദേഹത്തിന് വീട്ടിൽ തന്നെ കഴിയാം. 70കാരനായ സർക്കോസി വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലും നേരിട്ടിരുന്നു. പക്ഷേ അവയെല്ലാം തന്നെ തരണം ചെയ്യാൻ കഴിഞ്ഞ സർക്കോസിക്ക് ഒടുവിൽ ഗദ്ദാഫിയിൽ നിന്നും പണം പറ്റാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്ന കേസിലാണ് ജയിലിൽ പോകേണ്ടി വന്നത്. ജയിലിൽ കഴിയുന്ന സർക്കോസി ഓൺലൈനായിട്ടാണ് ജാമ്യാപേക്ഷ മേൽക്കോടതി പരിഗണിച്ച സന്ദർഭത്തിൽ പങ്കെടുത്തത്. ജയിലിലെ അനുഭവങ്ങൾ തനിക്ക് ഭീകരമായൊരു ഓർമ്മയാണ് എന്നും തനിക്ക് അതൊരു ദുസ്വപ്നം പോലെ തോന്നുന്നു എന്നും വളരെ കഠിനമായ ദിനങ്ങളിലൂടെയാണ് താൻ കടന്നുപോയത് എന്നുമാണ് സർക്കോസി കോടതിയെ വെളിപ്പെടുത്തിയത്. സർക്കോസിയുടെ അഭിഭാഷകർ വാദിക്കുന്നത് ഇതൊരു കള്ളക്കേസാണ്, ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നും അങ്ങനെ തെളിയിക്കാൻ ഉപോത്ബലമായ രേഖകളൊന്നും തന്നെ ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്നുമായിരുന്നു. കൂടാതെ ഗദ്ദാഫി ആകട്ടെ ഇതിനോടകം തന്നെ അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത ഭരണാധികാരി കൂടിയായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കാര്യങ്ങൾ വ്യക്തമായി തെളിഞ്ഞിട്ടില്ല. സർക്കോസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനെതിരെ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ഈ ഒരു ശിക്ഷാവിധി. വളരെ അപമാനിതനായിട്ടാണ് അദ്ദേഹം ജയിലിലേക്ക് പോയത്. ആധുനിക ഫ്രഞ്ച് ചരിത്രത്തിൽ അഴിമതി കേസിൽ ജയിലിൽ പോകേണ്ടി വന്ന ആദ്യ ഫ്രഞ്ച് പ്രസിഡൻ്റായി മാറുകയായിരുന്നു നിക്കോളാസ് സർക്കോസി. വൻ പോലീസ് അകമ്പടിയോടുകൂടിയാണ് സർക്കോസി ജയിലിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയത്. കറുത്ത ചില്ലുകളുള്ള വാഹനത്തിലാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ അകത്തുള്ളത് ആരാണെന്ന് ഒരു കാരണവശാലും വ്യക്തമാകാത്ത രീതിയിലുള്ള വാഹനമാണ് ഇതിനായി ക്രമീകരിച്ചിരുന്നത്. ഒരുപക്ഷെ സർക്കോസിക്ക് വലിയ തോതിലുള്ള വധഭീഷണി പോലും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്ത് കൂടിയായിരിക്കും അദ്ദേഹത്തിന് ഇത്രയും സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജയിൽ അദ്ദേഹത്തിന് സുരക്ഷ നൽകി എന്നുള്ളതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള വിമർശനം അവിടെ ഉയർന്നിരുന്നു. പക്ഷേ ജയിലിൽ പോലും അദ്ദേഹത്തെ വധിക്കുമെന്ന് ചില നടപടികൾ ഭീഷണിപ്പെടുത്തിയ സാഹചര്യം കണക്കിലെടുത്തായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടെയും സുരക്ഷ അനുവദിച്ചത്.